ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിച്ചൺ ടിപ്പാണ്. നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഈ ചെറിയ ഉള്ളി അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇത് നമുക്ക് കറി വയ്ക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമുക്ക് ചെറിയ ഉള്ളി കൊണ്ട് കറി വയ്ക്കുമ്പോഴാണ്. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിത്തീയൽ വെക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വെളുത്തുള്ളി അച്ചാർ ഇടണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് ഉള്ളിയും അത് വെളുത്തുള്ളിയും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടി, അത് കുറച്ച് മെനക്കെട്ട പണിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കിലോട് കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. കണ്ണൊന്നും നമുക്ക് നീറത്തില്ല, പെട്ടെന്ന് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആ ടെക്നിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഉള്ളിയുടെ ഈ തലഭാഗം ഉണ്ടല്ലോ, ഈ തലഭാഗവും അതുപോലെ തന്നെ ഈ വാലിൻ്റെ ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ഈ ഭാഗം നല്ലൊന്ന് കയറ്റി കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നമുക്ക് എല്ലാ ഉള്ളിയും വെളുത്തുള്ളിയും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. വെളുത്തുള്ളി ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കിയെടുത്തിട്ട് കേട്ടോ, ഇതുപോലെ ഒന്ന് ആ തലയുടെയും വാലിൻ്റെയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ നമുക്ക് ആദ്യം എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാ ചെറിയ ഉള്ളിയും നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി എടുത്തിട്ട് തലയും വാലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും കണ്ടോ, രണ്ട് സൈഡ് തലയും വാലും ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു 2 ബൗളിൽ വെള്ളം എടുക്കുക. ഇതിപ്പോൾ സാധാരണ പച്ചവെള്ളമാണ്, അതെടുക്കുക. 2 ബൗളിലേക്ക് ഞാൻ 2 ബൗളിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അടുത്ത ബൗളിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം. വെള്ളം നല്ല പോലെ ഇതിൽ നിറഞ്ഞു നിൽക്കണം. ഉള്ളി ഇതിൽ ഇങ്ങനെ താന്ന് കിടക്കണം. അപ്പോൾ എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക രണ്ടും. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്, 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. വെള്ളത്തിൽ നമ്മൾ ഉള്ളിയെല്ലാം ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞെരടി നോക്കാം. അപ്പം തന്നെ കറക്റ്റായിട്ട് അത് ഇളവി വരും. കൈകൊണ്ട് നമ്മളൊന്നിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, ഉള്ളിയൊക്കെ കറക്റ്റായിട്ട് ഇളവി വരുന്നുണ്ട്. കണ്ടോ, പെട്ടെന്ന് തന്നെ അത് ക്ലീനായി കിട്ടുകയും ചെയ്യും. കണ്ണെരിയൊന്നൊരു പേടിയും വേണ്ട നമുക്ക്. ഇനി നമ്മുടെ വെളുത്തുള്ളി എങ്ങനെയായെന്ന് നോക്കട്ടെ അല്ലേ. അതും അതുപോലെ തന്നെ കണ്ടോ, കറക്റ്റായിട്ട് ഇളകി വരുന്നുണ്ട്, കാണാൻ പറ്റും. ഇതേ കണ്ടോ, കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാം പോയിട്ട് കറക്റ്റായിട്ട് ഇളകി വരുന്നുണ്ട്. ഞാനിത് നല്ല പോലെ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇനിയിപ്പോൾ അതോ 1-2 പാടേക്ക് ഇളവിയില്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ ഇളക്കിയെടുക്കാം. കണ്ടോ കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടോ, പിന്നെ ഇതേ എല്ലാം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. വെളുത്തുള്ളി എല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി ഞാൻ കൈകൊണ്ട് ഒരു പ്രാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് ഉള്ളി തന്നെ കൈകൊണ്ട് നമ്മൾ ക്ലീനാക്കി എടുത്തില്ല, അപ്പം തന്നെ അതിന് ക്ലീനായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തൊലി ഇളക്കി കളയേണ്ടത്. കണ്ടോ, കൈ കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അത് ക്ലീനായി വരും. ഇത് നോക്കി, കണ്ടോ, നമ്മുടെ ചെറിയ ഉള്ളി നല്ല പോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ, കണ്ണൊന്നും നീറാതെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ദിവസം ഒന്നും ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പാടില്ല. 1-2 ദിവസത്തേക്ക് നമുക്കിതിൻ്റെ വെള്ളമൊന്ന് മാറ്റിയതിന് ശേഷം 1-2 ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. സ്റ്റോർ ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം. പക്ഷേ ഞാൻ അധിക ദിവസം ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണമെന്ന് പറയത്തില്ല. കാരണം ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ
നമ്മൾ ആ സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഞാനിപ്പോൾ ഇത് കാണിച്ചിട്ടുള്ളതും നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരുപാട് ഒരു ഉള്ളിത്തീയൽ വെക്കണമെങ്കിലോ അതുപോലെ വെളുത്തുള്ളി അച്ചാറൊക്കെ വെക്കണമെങ്കിലോ നമുക്ക് കുറേ നേരം ഇരുന്ന് നമ്മൾ ബുദ്ധിമുട്ടിയായിരിക്കും അത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ആ ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു കുറേ ക്വാണ്ടിറ്റി ഓഫ് ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല. 1-2 ദിവസത്തേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇതിപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ഒരു കിച്ചൺ ടൗലിലേക്ക് ഈ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം നമ്മൾ ആദ്യം ഡ്രൈ ആക്കി എടുക്കണം. പോയതിന് ശേഷം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഉള്ളിയാണെങ്കിലും അതുപോലെ തന്നെ വെളുത്തുള്ളി ആണെങ്കിലും. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ വെള്ളം ഒന്ന് കളയട്ടെ. ഇപ്പോൾ ഇതുപോലെ ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു കണ്ടെയ്നറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ചൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കിയിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതൊരു 2-3 ദിവസം മാക്സിമം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അതിൽ കൂടുതൽ ദിവസം ഉള്ളി ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും ക്ലീൻ ചെയ്തെടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നുള്ള ഈ കിച്ചൺ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.